ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തെ കാണാൻ സാധിച്ചത്, ഇതുപോലെ ഒരു ആരവം കാണാൻ സാധിച്ചത്, നേതാക്കളുടെ ഒത്തുചേരൽ കാണാൻ സാധിച്ചത്, അണികളുടെ ആവേശ മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ സാധിച്ചത്, എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ആഘോഷിക്കുകയാണ്. കേരള കോൺഗ്രസ് വലിയ തകർച്ച നേരിടുകയാണ്. ഒരു മണ്ഡലം ഒഴികെ മറ്റെല്ലായിടത്തും കേരള കോൺഗ്രസ് പിന്നിലാണ്. 12ഇടത്ത് മത്സരിച്ചതിൽ 11ഇടത്തും എല്ലാ തീരുമാനങ്ങളും UDFന്റെ എല്ലാ തീരുമാനങ്ങളും കോൺഗ്രസിന്റെ എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നു. നമുക്ക് കാണാം, അത്രമേൽ വലിയ ആൾക്കൂട്ടത്തെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആഘോഷ തിമിർപ്പിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എടുത്ത തയ്യാറെടുപ്പ്. ലക്ഷ്യ എന്ന ക്യാമ്പിലൂടെ അവർ ലക്ഷ്യമിട്ടത് എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ UDF എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെ 3 അക്കത്തിലേക്ക് കടക്കുന്നു UDFന്റെ മെജോറിറ്റി എന്നതാണ്. ഒരുപക്ഷെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF വീണ്ടും അധികാരം തിരിച്ചു പിടിക്കുന്നു. ആ ആവേശത്തിന്റെ കാഴ്ചയാണ് നമുക്ക് KPCC ആസ്ഥാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രവചിച്ച 100-ലധികം സീറ്റ് എന്നതിലേക്ക് UDF എത്തുകയാണ്. 96 സീറ്റിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. അവിടെ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഫ്ലക്സ്, അവരുടെ പ്ലക്കാർഡുകൾ നോക്കൂ രേണു. ബൈ ബൈ പിണറായി എന്നാണ്. അതായത് പിണറായിക്കാണ് വിട പറയുന്നത്. അവർ LDFനല്ല, CPMനല്ല. ഇതാണ് നമ്മൾ സൂചിപ്പിച്ചത്. കേരളം ഒന്നാകെ പിണറായി വിജയന്റെ മാത്രം ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് പിണറായി എന്ന ഒരേ ഒരു നേതാവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ച അതേ CPMന് മറുപടി നൽകുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് ഞങ്ങളുണ്ട് എന്ന് കോൺഗ്രസ് മറുപടി പറയുന്നു. ഏറ്റവും കൗതുകകരമായ കാഴ്ചകൾ KPCC ആസ്ഥാനത്ത് നമ്മൾ കാണുകയാണ്. രമേശ് KCയെ കെട്ടിപ്പിടിക്കുന്ന VD സതീശൻ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന നേതാക്കൾ, KCയെ പുണരുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തലയെ പുണരുന്ന VD സതീശൻ. അങ്ങനെ യോജിപ്പിന്റെ പിണറായി